ഹലോ, സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കാം. മുളക് പൊടിയൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടാണി കടല. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഗ്രീൻ പീസ് കുതിർക്കാനിടണം. അപ്പോൾ തലേ ദിവസം കുതിർക്കാനിടാം, അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിക്കുള്ള കറിയാണെങ്കിൽ രാവിലെ ഇട്ടാലും മതി. മിനിമം ഒരു 7-8 മണിക്കൂറെങ്കിലും അത് കുതിരണം. അപ്പോൾ ഞാനിവിടെ അത് ഒന്ന് കഴുകിയതിന് ശേഷം ഇപ്പോൾ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്നു, കളറൊക്കെ നല്ല പച്ച കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കുക്കറിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. 2 to 2.5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ എടുക്കാം. ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക്, ഒരു തണ്ട് വേപ്പില, ഇതൊക്കെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വല്ലാതെ മൂത്ത് പോകണ്ട, കുറച്ചൊന്ന് സവാളയൊക്കെ ഒന്ന് വാടി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഒരു 3/4 ഇഞ്ചും വെളുത്തുള്ളി ഒരു 8-9 നമ്മുടെ നാടൻ വെളുത്തുള്ളി അല്ലികൾ ചതച്ചത് ചേർത്തിട്ട് അതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ ഇതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലായിരുന്നു. ഇപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ, മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിതിലേക്ക് 2 പച്ചമുളകാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഇത് ഒരുവിധം നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ 3 ചേർക്കാം. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് ഒന്ന് പൊടികൾ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം എടുക്കാം. കുറേശ്ശെ ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വറ്റാറുമ്പോൾ വീണ്ടും ചേർത്ത് ബാക്കിയുള്ള കൂടെ ചേർത്ത് ഒരുവിധം ചെറിയൊരു ഇത്തിരി ലൂസ് പോലെ ഇട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് ആ ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വയ്ക്കാം. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഗ്രേവി കുറച്ച് തിക്കായി കിട്ടും. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് തൊടുമ്പോഴേക്കും അതിങ്ങനെ നല്ല ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച കടല ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല 3/4 ടീസ്പൂൺ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ വെള്ളമൊന്നുമില്ല, ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. 1 കപ്പ് ചേർത്ത് പിന്നെ ഒരു 1/2 കപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ പെട്ടെന്നൊന്ന് സ്കിപ്പായി പോയി. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് സ്റ്റീം വരുമ്പോൾ വീട്ടിട്ട് കൊടുക്കാം. സ്റ്റീം വന്നതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വയ്ക്കാം. ഒരു 10 to 15 മിനിറ്റ് വരെയൊക്കെ വയ്ക്കാം. ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ച് സമയത്തിലൊക്കെ മാറ്റം വരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 12-13 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓഫ് ചെയ്യാം, സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ മല്ലിയില വിതറി അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉള്ളി ചെറുതാക്കി ഇങ്ങനെ കുനുകുനാ കൊത്തിരിഞ്ഞ് അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഞെരടിയെടുക്കും. അത് ഇതിൻ്റെ മേലെ വിതറും. അപ്പോൾ ഈ ഉള്ളിയും ഈ ഗ്രീൻ പീസ് നല്ലൊരു കോമ്പിനേഷനാണ്. ഉള്ളി ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും, അല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്തോ മല്ലിയില വിതറിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ അതുപോലെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്.
വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഗ്രേവി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഗ്രേവി അത്ര വേണ്ടാന്ന് തോന്നി. അപ്പോൾ ഈ ഒരു ഇതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.